ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഫ്യൂവൽ കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയാണോ? അങ്ങനെ പ്ലാൻ ചെയ്ത് വണ്ടി എടുക്കാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ എക്സ്പീരിയൻസും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ കാറുകളൊന്നും ഞാൻ അധികം പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടില്ല. അധികം പേർക്കെന്നല്ല, ആർക്കും തന്നെ സജസ്റ്റ് ചെയ്തിട്ടില്ല. സ്കൂട്ടറുകളാണ് പിന്നെയും ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഒന്ന് കാറുകളും അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ സ്കൂട്ടേഴ്സാണ്. അപ്പോൾ ഈ സ്കൂട്ടേഴ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 50 കിലോമീറ്റേഴ്സിന് മേളിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ. ഇനി അതല്ല, ലോക്കലി നല്ലപോലെ ഓടുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ബിസിനസ് ആവാം, അതുപോലെ തന്നെ ഡെലിവറി ആവാം. അതുകൊണ്ട് ആ സ്കൂട്ടർ നല്ലപോലെ ഉപയോഗിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ടൂ വീലർ നല്ലപോലെ ഉപയോഗിക്കുന്ന ഒരാൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ. കാരണം വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ മനസ്സിലാവും. ഒരു ദിവസം ഒരു 50, ഒരു 60 കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിയാണെങ്കിൽ ഒരു 150 രൂപയ്ക്ക് മേളിലുള്ള പെട്രോൾ അടിക്കണം. അങ്ങനെ നോക്കിയാൽ തന്നെ ഒരു മാസം ഒരു 3000-ന് മേളിലാവും. ഒരു വർഷം ഒരു 40,000-ന് മേളിൽ വരും. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു 5 വർഷം നോക്കിയാൽ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റി. ചിലപ്പോൾ നിങ്ങൾ ഈ 5 വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറേണ്ടി വരും. എന്നാലും എനിക്കൊന്നും ഇത്രയും എമൗണ്ട് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ. പിന്നെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ കുറയുന്നതൊക്കെ നോർമലാണ്. അത് നിങ്ങൾ അതനുസരിച്ച് ഒരു എക്സാക്റ്റ് കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ഇതുവരെ അടിച്ച പഴയ സ്കൂട്ടറിന് എത്ര രൂപയുടെ പെട്രോൾ ഏകദേശം അടിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളൊരു 5 വർഷം ഇനിയും ഓടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ചിലവാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്ര രൂപയ്ക്ക് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ, ഒരു 2,00,000 രൂപയുടെ താഴെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ നോർമൽ സ്കൂട്ടേഴ്സിനും ഒരു 1,15,000-ന് മേളിൽ വന്നു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഒരു 1,25,000 രൂപയൊക്കെ ഉള്ളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു, എന്താ പറയുക, ആ ഒരു ബാറ്ററിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫ്യൂവൽ കോസ്റ്റ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് അത് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. നല്ലപോലെ സ്കൂട്ടർ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സേവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് തീരെ ഓട്ടമില്ലാത്ത ഒരാൾ നമ്മുടെ വീട്ടിൽ ജസ്റ്റ് ഒരു നമ്മളെ ലോക്കലി ഒരു ആഴ്ചയിലേക്കും ചിലപ്പോൾ ഒരു 50 കിലോമീറ്റർ ഓടുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഇടയ്ക്ക് പോയി പെട്രോൾ അടിക്കുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാലോ, സേവ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ അത് തീരെ നഷ്ടമാവുള്ളൂ. കാരണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ് അതിനകത്ത്. ഓക്കെ. അപ്പോൾ സ്കൂട്ടർ അത്യാവശ്യം ഓക്കെ, ഇപ്പോഴും ഒരു 80% നമുക്ക് ഓക്കെയാണ് നല്ലപോലെ ഉപയോഗിക്കുവാണെങ്കിൽ. ഇനി കാറുകളുടെ കാര്യം പറയാം. കാറുകൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെ വന്നാലും നല്ലൊരു ഒക്കെ എടുക്കണമെങ്കിൽ ഒരു 25 എബോവ് ആവും. അതായത് ഇപ്പോൾ ഒരു കോമ്പാക്റ്റ് എസ്‌യുവി ഒരു 15, 16 ലക്ഷം രൂപയുടെ ഒരു കോമ്പാക്റ്റ് എസ്‌യുവി കാർ, നമ്മുടെ ഇന്നത്തെ ട്രെൻഡ് വെച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു കാർ എടുക്കണമെങ്കിൽ ആ ഒരു റേറ്റിന് വരുന്ന ഒരു പെട്രോൾ കാർ എടുക്കണമെങ്കിൽ ഒരു വരുമ്പോൾ ഒരു 25+ ആവും. നേരെ 10 ലക്ഷം ഒറ്റയടിക്ക് കയറുകയാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ മാത്രം എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന കാർ ഒരു 9 വർഷം ഉപയോഗിച്ചു. അതിന് ഞാൻ ആകെ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എനിക്ക് കാറിൻ്റെ ഉപയോഗം വളരെ കുറവായിരുന്നു. അപ്പോൾ 25,000 രൂപയുടെ കിലോമീറ്റർ ഞാൻ പെട്രോൾ നോക്കിയാൽ തന്നെ നിസ്സാര പൈസ ആയിട്ടുള്ളൂ. ഓക്കെ. ഞാനപ്പോൾ ഒരു അടുത്ത വണ്ടി ഞാൻ എടുത്തപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തു എടുത്തൂടെ എടുത്തൂടെ എന്ന് ചോദിച്ചു. കാരണം ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. എല്ലാവരും ട്രെൻഡിന് പുറകെ പോവുകയാണ്. നല്ല കാര്യമാണ്. പക്ഷേ അത്ര ഒരു പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ഈ 25 ലക്ഷം രൂപയുടെ കാർ എടുക്കുമ്പോൾ നേരെ 16, 17 രൂപ മുടക്കിയെടുത്തുനിന്ന് നേരെ ഒരു 10 ലക്ഷം രൂപയുടെ അടുത്ത് ഞാൻ എക്സ്ട്രാ മുടക്കിയാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒറ്റയടിക്ക് അങ്ങോട്ട് കൂടുകയാണ്. അപ്പം ഇനി ഞാൻ നോക്കിയാലും അടുത്ത ഒരു 10 വർഷത്തിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു 25,000 അല്ലെങ്കിൽ ഒരു 50,000 കിലോമീറ്റർ ഓടിയിരിക്കും. എന്നാൽ അത്രേ ഓടുന്നുള്ളൂ. എനിക്ക് അവിടെ വരുന്ന ഫ്യൂവൽ കോസ്റ്റ് ഇതിൻ്റെ ഒരു 40% പോലും വരുന്നില്ല. അതായത് ഈ ഇനീഷ്യലി ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 40% പോലും വരുന്നില്ല. അങ്ങനെയുള്ള എനിക്കത് വളരെ വേസ്റ്റ് ആയിരിക്കുള്ളൂ ഒരു നോക്കുന്നത്. പക്ഷെ നിങ്ങൾ കാറിലാണ് ഡെയിലി ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അത്യാവശ്യം ഒരു ദിവസം ഒരു 10, 2,000, 3,000 രൂപയുടെയൊക്കെ പെട്രോൾ വരെ അടിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഫ്യൂവൽ മണി സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും നിങ്ങൾ ഇത്രയും റേറ്റ് കൂടിയ കാറുകളിലേക്ക് പോകരുത്. കുറഞ്ഞ കാറുകളിലേക്ക് പോകാവൂ. കുറഞ്ഞ വിയിലേക്ക് മാത്രമേ പോകാവൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഫ്യൂവൽ കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി വിയിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സായിട്ട് കണ്ടാൽ മാത്രം മതി. ഇനി നിങ്ങളതല്ല, ഒരു പുതിയതായിട്ട് ഇറങ്ങിയ വണ്ടിയുടെ ലുക്കും അതുപോലെ തന്നെ കംഫർട്ടാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് പോകാം. ഇഷ്ടമുള്ള വണ്ടി എടുക്കാം. കാരണം വിയിൽ കിട്ടുന്ന കംഫർട്ട് ഭയങ്കരമാണ്. അന്യായ കംഫർട്ട്, നല്ല സ്മൂത്ത് റൈഡിംഗ് ആണ്. വണ്ടി സ്റ്റേബിളാണ്. നല്ല വൈബ്രേഷൻ ഇല്ല. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്മൂത്ത് റൈഡിംഗ് ആണ് സ്കൂട്ടർ ആയാലും ശരി, കാർ ആയാലും ശരി. അപ്പം നിങ്ങൾ ഇഷ്ടം മാത്രം നോക്കുക. നേരെ മറിച്ച് നിങ്ങൾ ഒരു ഫ്യൂവൽ കോസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ വിയിലേക്ക് മാറുന്നതെന്നുണ്ടെങ്കിൽ ആളുകൾ പറയുന്നത് കേട്ട് മാത്രം പോകരുത്. നിങ്ങൾ തന്നെ വിലയിരുത്തുക. നിങ്ങളുടെ ഇതുവരെയുള്ള യൂസേജ് നോക്കുക. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും നിങ്ങളുടെ യൂസേജ് വന്നതെന്നും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ സിമ്പിൾ കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും അത്.
അടിച്ച് ഇത്ര നാൾ ഇത്ര ഓടിയ കിലോമീറ്റർ നോക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് എത്ര മൈലേജ് അപ്രോക്സിമേറ്റ് ഉണ്ടാവും. ആ ഡിവൈഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു ഒരു നമ്പർ കിട്ടും. ആ നമ്പറിനെ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ഫ്യുവൽ റേറ്റ് വെച്ച് അപ്രോക്സിമേറ്റ് എടുത്തിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ ഇതുവരെ മുടക്കിയ പൈസ അപ്രോക്സിമേറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇനീഷ്യലി ഞാൻ ഈ 5,00,000 രൂപ അല്ലെങ്കിൽ 10,00,000 രൂപ കാറിന് വേണ്ടി മുടക്കി കഴിഞ്ഞാൽ എനിക്ക് വേസ്റ്റ് അല്ലേന്ന് ബാക്കി എമൗണ്ട് ഫുള്ള്. അതുപോലെ തന്നെ ഇവിയുടെ റീസെയിൽ വാല്യൂ എന്താണെന്ന് നമ്മുടെ നാട്ടിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുക, വിലയിരുത്തുക, നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരാം. എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.